അതുപോലെ അവരുടെ ജീവിതത്തിലെ ദുഃഖസാഗരത്തെ നീന്താൻ, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ മക്കളെ ആരെങ്കിലും? പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായം, ഇതിനെ പറയാ ഋഷഭോപദേശം എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പിതൃപദേശം എന്ന് വിളിക്കാം, പാരന്റിങ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കാം. പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒന്ന് എടുത്തു വായിക്കേണ്ട അധ്യായമാണ്. എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തൊരു അധ്യായമാണ് ഈ പഞ്ചമസ്കന്ധത്തിലെ. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു അധ്യായമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ആ ലൈഫിന് വിഷൻ കാണിച്ചു കൊടുക്കുക. നമുക്കിന്നിപ്പോൾ കുട്ടികൾക്ക് എന്താ വിഷൻ നോക്കൂ നിങ്ങൾ. ഇപ്പം നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കുന്നു കുട്ടികളെ ധാരാളം. ട്യൂഷനാണ് നമ്മുടെ കുട്ടികളുടെ, ശരിയാണ്, കുട്ടികൾക്ക് ഇന്ന് എൻട്രൻസ് വേണം, പലതരത്തിലുള്ള JEE വേണം, അതുപോലെ തന്നെ പല കുട്ടികൾക്കും സയൻറ്റിസ്റ്റുകളാവണം, എൻജിനീയേഴ്സ് ആവണം, ഡോക്ടേഴ്സ് ആവണം, സിവിൽ സർവീസ് വേണം, കളക്ടർ ആവണം, ഇതൊക്കെ വേണം. നമ്മൾ നല്ലൊരു കയ്യടി അമ്മ എടുത്തുകൊണ്ടുവന്ന മകനെ കൊടുക്കണം. കാരണം ഇതൊരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാഴ്ചയാണ്. അതിനൊക്കെ ഒരു ഭാഗ്യം ചില മക്കൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിനുള്ളൊരു ഭാഗ്യം അമ്മയ്ക്കും ഉണ്ടായി, കാണാനുള്ളൊരു യോഗം നമുക്കുണ്ടായി. ഒരു നല്ലൊരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കാഴ്ചയാണത്. അപ്പം ഈ തരത്തിൽ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് വെച്ചാൽ എവിടെയോ അമ്മയും മക്കളുമായിട്ടുള്ളൊരു ബന്ധമാണ്, ഏതോ ഒരു ആഴത്തിലുള്ള ബന്ധം. നമ്മൾ ഈ ബന്ധം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈവൻ വിവാഹം കഴിച്ചാൽ പോലും ഒരാഴത്തിലുള്ള ഹൃദയബന്ധം ഉണ്ടാവണമെങ്കിൽ അതിനെന്താണ് വേണ്ടത്? അതിന്ന് നമ്മുടെ കുട്ടികളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേവലം സ്നേഹം എന്നൊരു വാക്ക്. ആ സ്നേഹം എന്ന വാക്ക് ഏറെ തെറ്റായി മനസ്സിലാക്കിയുള്ളൊരു കാര്യമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇഷ്ടം സാധിപ്പിക്കുക എന്നതാണ് സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് അതിന് പല തലങ്ങളുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടങ്ങൾ സാധിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഇന്ദ്രിയ തലങ്ങളിലൊക്കെയാണ്. ദാറ്റ്സ് ആൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എത്ര ഇഷ്ടം സാധിപ്പിച്ചാലും മനുഷ്യന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ കുറേ കഴിഞ്ഞാൽ മടുക്കും, ബോറടിക്കും. അതാണ് ജീവിതത്തിൽ ഇന്ന് പലർക്കും സംഭവിക്കുന്നത്. ഒരു ആവേശത്തിൽ കുറെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ച് അവിടെയും ഇവിടെയൊക്കെ പോയി കറങ്ങും, പിന്നെ കുറെ കഴിഞ്ഞ് മടുത്തുപോയി. കാരണം ഏത് കാര്യവും ആവർത്തിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ വിരസത അനുഭവപ്പെടും. ആ വിരസമായ ഒരു മാനസികാവസ്ഥ വന്നാൽ പിന്നെ സ്നേഹം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് തീവ്രമായ സ്നേഹമുണ്ടെന്ന് പറയുന്നതൊക്കെ കുറേ കഴിഞ്ഞാൽ ബദ്ധശത്രുക്കളായി തമ്മിൽ തെറ്റിപ്പിരിയുന്നത് കുടുംബജീവിതത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ശരിക്കുള്ള സ്നേഹം എന്താണ്? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുകയല്ല, മനസ്സിനെ തട്ടി ഉണർത്തലാണ്. മനസ്സിനെ ഉണർത്തുന്നതാണ് സ്നേഹം എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ മനസ്സിനെ ഉണർത്താൻ അതിന് ചില അറിവുണ്ടായേ പറ്റുള്ളൂ. മറ്റൊരാളുടെ മനസ്സിന്, ഇപ്പം നമ്മളൊരു റേഡിയോ കേടുവന്നു, ഇപ്പം റേഡിയോ ഇല്ല, TV കേടുവന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുവന്നു, അതൊന്ന് തുറക്കണ്ടേ, തുറന്ന് റിപ്പയർ ചെയ്യണം. തുറന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് വേണം. ഇതുപോലെ ഒരാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞ് ആ മനസ്സിൽ നിന്നും അവരെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ അതിന് ചില ടെക്നിക്കുകൾ വേണം. നമ്മൾ രാമായണത്തിൽ അത് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഗീതയിൽ അത് കാണുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, രാമായണത്തിലും ഗീതയിലും 2 അപ്രോച്ചുകൾ നമുക്ക് കാണാം. ഗീതയിൽ അർജുനൻ യുദ്ധക്കളത്തിൽ വന്ന് ആദ്യം വലിയ ആവേശത്തോടൊക്കെ യുദ്ധത്തിന് വേണ്ടി വന്നു. പിന്നെതാ അർജുനൻ മാനസികമായി തളരുന്ന സമയത്ത് കൃഷ്ണൻ കൊടുക്കുന്ന ഡോസ് എന്താ? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ടപരന്തവ ക്ലൈഭ്യം ആസ്മകമപ്പാർ. ആണും പെണ്ണും കണ്ടവനെ പോലെ പെരുമാറുന്നുണ്ട്. നീ നിന്റെ ഊർജം സടവടന്ന് എണീറ്റ് നിന്റെ കർത്തവ്യം ചെയ്യുന്നൊക്കെയാണ് ഒരു ഭാഗത്ത് നമ്മൾ ഗീതയിൽ കാണും. വേറൊരു ഭാഗത്ത് രാമായണത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അച്ഛനെ കുറെ ചീത്ത വിളിച്ചിട്ട് ജഡൻ, സ്ത്രീജിതൻ, കാമാന്തൻ എന്നൊക്കെ പറഞ്ഞ അച്ഛനെ കുറെ ചീത്ത വിളിച്ച ലക്ഷ്മണൻ കോപിഷ്ഠനായി പറയുന്നു, ഈ അച്ഛനെ ഞാൻ ജയിലിൽ അടച്ചിട്ട് നിന്റെ പട്ടാഭിഷേക രാമ ഞാൻ നടത്തിത്തരുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമിയുടെ ഭാവം മാറി. വത്സ സൗമിത്രേ കേൾക്ക നീ എന്നുടെ വാക്കുകൾ. വളരെ സൗമ്യനായിട്ട് പുറത്ത് 2 തട്ടൊക്കെ തട്ടി അങ്ങനെ ആ ലക്ഷ്മണന്റെ മനസ്സിനെ ആ ക്രോധാവേശത്തിന്റെ പിടിയിൽ നിന്നും രാമൻ ഉണർത്തുന്ന ഒരു രംഗം നമുക്ക് കാണാം.
ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതല്ല, മറ്റൊരാളുടെ മനസ്സിനെ അവർക്ക് പറയൂ ഉയർത്തുന്ന. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായം. ശരിക്കും നിങ്ങളെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ അറിയാതെ, അവരുടെ മനസ്സിനെ തട്ടി ഉണർത്താൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വെറും അവരുടെ കുറെ നാക്കിനെ തൃപ്തിപ്പെടുത്തുന്ന, കുറെ അവരുടെ ലക്ഷറികൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയും. അവരെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലത്തിലെ നമ്മുടെ സ്നേഹം എത്തുന്നുള്ളതുകൊണ്ടാണ് മക്കൾ വളരെ ഡിമാൻഡിങ് ആവുന്നത്. ഓരോ ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ ഒരു വലിയ സമ്പന്നൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമ്പന്നനായിട്ടുള്ള ഒരാൾ, ഒരു മകനേ ഉള്ളേ. ഇവർ വലിയ ബിസിനസ്സുകാരാണ്. ഈ മകൻ അച്ഛനെ വളരെയധികം നിർബന്ധിപ്പിച്ച് വില കൂടിയ 35 ലക്ഷത്തിൻ്റെ BMW ബൈക്കൊക്കെ മേടിപ്പിച്ച് അത് വാങ്ങിച്ചു കൊടുത്തില്ലേ. അമ്മയും പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂ, കാരണം അവൻ +2 പാസ്സായില്ലേ, ഇനിയിപ്പോൾ അവനെന്താ വലിയ ആണൊരുത്തനായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ വാങ്ങിച്ചു, റേസ് ചെയ്തു, സംഭവം അടിച്ച് തീർന്നു. അവൻ ഇന്നിപ്പം വലിയ ദുഃഖത്തിൽ ജീവിക്കുകയാണ്. ഒരു മകനുള്ളത് പോയതിൻ്റെ ദുഃഖം. അപ്പം അതാണ് സ്നേഹം എന്ന് കരുതിയത്. അപ്പം ഈ തരത്തിൽ പലപ്പോഴും പല ആളുകളുടെയും സ്നേഹം അവസാനം എത്തുന്നത് മക്കള് വേറെ ലോകത്തിലും, അല്ലെങ്കിൽ മക്കള് പറഞ്ഞാൽ അനുസരിക്കാത്ത ലോകത്തിലും പിന്നെ അങ്ങനെ ദുഃഖിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണ്ടേ? വേണ്ടയോ? അപ്പം ഇനി മുതൽക്കെങ്കിലും നമ്മൾ കുട്ടികളോടോ ഭർത്താവിനോടോ ഭാര്യയോടൊക്കെ ഇടപഴകുമ്പോൾ നമ്മൾ ഒരാളുടെ മനസ്സിനെ മനസ്സിലാക്കി എന്ത് ചെയ്യണം? അവരെ ആ ഒരു അവർ കടന്നു പോകുന്ന വിഷമങ്ങളുടെയോ വേദനകളുടെയോ പ്രയാസങ്ങളുടെയോ അവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തുന്നതാണ് സ്നേഹം എന്ന് നമ്മൾ അറിയണം. അപ്പം അങ്ങനെ ഉയർത്തണമെങ്കിൽ നമുക്ക് ആ ഉയർത്താനുള്ള ഒരു കഴിവും ശക്തിയും ആർക്ക് വേണം? നമുക്കുണ്ടാവും. അതെവിടുന്ന് കിട്ടും? ഇത് പറഞ്ഞു കൊടുക്കുകയാണ് 5-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം. വളരെ മനോഹരമാണ്. നമുക്ക് നോക്കാം. പുസ്തകമുള്ളവരൊക്കെ തുറന്നു നോക്കുക, ഇല്ലാത്തവർ വായും പൊളിച്ച് തന്നെ നോക്കുക. കാരണം കുറേ പേർക്ക് ഇപ്പോഴും ഈ ഭാഗവതം എന്നൊക്കെ പറയുന്നത് പിടിച്ചാൽ പിടികിട്ടാതെ കടികിട്ടി സാധനമൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് അത്ര പ്രയാസമുള്ളതായിട്ട് തോന്നുന്നില്ല. ചിലർ ഈ സംസ്കൃതമൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറേ ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് വരുമ്പോൾ അതിനോടൊരു പണ്ട് ഒരാൾ ജ്യോത്സ്യരുടെ അടുത്ത് പോയി ജ്യോത്സ്യര് കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു, വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. അദ്ദേഹം അപ്പോഴേക്കും അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ജ്യോത്സ്യരെ ഒന്നും പറയണ, ആകെ പ്രശ്നമാണ്. അപ്പൊ ജ്യോത്സ്യർ ചോദിച്ചു, സാമ്പത്തികം വളരെ പ്രശ്നമാണ്, കുടുംബജീവിതം ദാമ്പത്യവും പ്രശ്നമാണ്, ഭാര്യയുടെ എന്നും ഉടക്കാണ്, മക്കളും പറഞ്ഞാൽ പ്രശ്നമാണ്, എല്ലാം കൊണ്ടും പ്രശ്നം. ഇതൊക്കെ കേട്ട് ജ്യോത്സ്യരെ പറഞ്ഞു, ഇപ്പം അങ്ങേക്ക് കണ്ടകശിനി അടുത്തുകൂടെ പോവുകയാണ്. അപ്പൊ ചോദിച്ചു, എത്ര വർഷം ഉണ്ടാവും സങ്കടത്തില്? ജ്യോത്സ്യരൊരു 1.5 വർഷം കൂടി അങ്ങ് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ ചോദിച്ചു, 1.5 വർഷത്തിന് ശേഷമോ? പിന്നെ ശീലായിക്കൊള്ളുന്നു. കാരണം ഈ ദുരിതം പറച്ചിലൊക്കെ, സങ്കടം പറച്ചില് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല കാലം വരുമ്പോഴും അങ്ങിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ചിലരുടെ ഒരു വിചാരം എന്താ വെച്ചാൽ ഈ ഭാഗവതമൊന്നും ഈ ജന്മം നമുക്ക് ശരിയാവില്ല എന്ന്. അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് കേട്ട് വായിച്ചു നോക്കും, പിന്നെ ശീലമായിക്കോളും. ക്രമേണ ഇതിനോടൊരു ശീലം വരും നമുക്ക്. പിന്നെ നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഇത് വായിക്കുമ്പോഴേ ഒരു രസം പിടികിട്ടും. അങ്ങനെ കുറേ പേരുണ്ടാവും ഇവിടെ, അല്ലേ? ഉണ്ടോ? ഞാൻ സംസ്കൃതം പഠിച്ച ആളേ അല്ല, സത്യം പറയല്ല, സംസ്കൃതം ഞാൻ പഠിച്ച ആളല്ല. പക്ഷെ ഞാനിങ്ങനെ വായിച്ച് പറഞ്ഞ് അങ്ങനെ ശീലിച്ചാണ് ഞാൻ ഇതിനെ ഹൃദിസ്ഥാക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ സംസ്കൃതം പഠിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു, പഠിച്ചില്ല അന്ന്. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് സംസ്കൃത ലാംഗ്വേജ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായി, അത് ഉൾക്കൊണ്ടാൽ പോരെ, കാര്യം ഉൾക്കൊണ്ടാൽ പോരെ. അപ്പം ഈ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കുക. നോക്കാം, നമുക്ക് പുസ്തകമുള്ളവരൊക്കെ എടുക്കുക. പഞ്ചമസ്കന്ധത്തിലെ 5-മോധ്യായം. ഇതിനെ പറയാ ഋഷഭോപദേശം എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പിതൃപദേശം എന്ന് വിളിക്കാം. പാരന്റിങ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കാം. പറയുന്നു, നായം ദേഹോ ദേഹപാജം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിദ്ഭുജം യേ
തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ തസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹൽ സേവാദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതം സംഘം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഗത സാധവോ യേവാമൈശ്വരേ മൈഷേ കൃത സൗഹൃദത്താം ജനേഷു ദേഹം വരവാത്മികേഷു ഗൃഹേഷു ജായാത്മജാദിമൽസു ന പ്രീതിയുക്ത യാവദത്താശ്ച ലോകേ നൂനം പ്രമദ്ദ കുരുതേ വികർമ്മ യദിന്ദ്രിയ പ്രീതയ ആപ്നുനോതി ന സാധുമന്യേയ യദ ആത്മനോയ അസന്നവിക്ലേശത ആസദേഹ പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത്ക്രിയാ താവദിദം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധ തുടങ്ങിയ വരികൾ അതിമനോഹരാണ് ഈ ഭാഗം. ആദ്യം തന്നെ പറയുന്നത് കുട്ടികളോട് നായം ദേഹോ ദേഹബാജം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജം യേ. കുട്ടികളെ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ജീവിതം സുഖമാവണം, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സുഖമാവാനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ സുഖം എന്ന് പറയുന്നത് ഒരിക്കലും കേവലം എക്സ്റ്റേണൽ കംഫർട്ടുകളല്ല. നമ്മൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ സുഖം അനുഭവിക്കുന്നത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നമ്മൾ ഉൾക്കൊള്ളണേ. നായം ദേഹോ ദേഹബാജം നൃലോകേ. നമ്മളെല്ലാം മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത മനീഷയുള്ളവൻ, ചിന്തിക്കുന്നവൻ. അപ്പം മനുഷ്യന്റെ മനസ്സ് എന്ത് കിട്ടിയാലും അതിന് ചില രോഗങ്ങളുണ്ട്. അത് താരതമ്യം ചെയ്യും മറ്റുള്ളവരോട്. അപ്പുറത്തും ഇപ്പുറത്തേക്കൊക്കെ നോക്കൂ. അത് ഉണ്ടോ? ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്താലും അപ്പുറത്തിരിക്കുന്നവന്റെ പ്ലേറ്റിലേക്ക് നോക്കും. ഒരു സദ്യക്ക് പോയാലും നിങ്ങൾക്ക് പൊട്ടിയ പപ്പടും അപ്പുറത്തുള്ളവർ നല്ല പപ്പടും കൊടുത്താലോ നമ്മുടെ സദ്യ പോയില്ലേ? ഒന്നും വേണ്ടാത്തത്. നിങ്ങൾക്ക് സദ്യയിൽ സാമ്പാറിൽ വെണ്ടയ്ക്ക നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചില പച്ചക്കറി ഉണ്ടെന്ന് ഇരിക്കുക. മത്തം നിങ്ങൾക്ക് ഇഷ്ടമല്ല. വിളമ്പിയവൻ മത്തം നിങ്ങൾക്കും വിളമ്പി അവിടെ വെണ്ടയ്ക്കയും കൊടുത്തു. നിങ്ങൾ ആ വെണ്ടയ്ക്ക നോക്കിയിട്ട് അതിവിടെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സ് വിട്ടു. കാരണം മനസ്സിന്റെ സ്വഭാവം എപ്പോഴും മറ്റുള്ളവരുമായി, അത് നിങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. മക്കൾ റിസൾട്ടും കൊണ്ട് വരുമ്പോൾ നീ കാണപ്പം SSLC +2 ഒക്കെ റിസൾട്ട് കൊണ്ട് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയുക? അവക്ക് എത്ര കിട്ടിയെന്നാണ്, അല്ലെങ്കിൽ അവൻ എത്ര കിട്ടിയുണ്ടോ. നമ്മൾ മറ്റുള്ളവരുമായി മിണ്ടാത്തത് താരതമ്യം ചെയ്യുക. അത് മനസ്സിന്റെ സ്വഭാവമാണ്. 2, വെറുതെ മനസ്സുണ്ടല്ലോ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തനിക്കെന്തോ കിട്ടിയത് കുറവാണെന്നും മറ്റുള്ളവർക്കൊക്കെ കൂടുതൽ കിട്ടുന്നു, മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നത് നല്ലതാണെന്നും താൻ എപ്പോഴും തൻ്റെ കയ്യിലെപ്പോഴും ഒന്നുമില്ലെന്നും, അപ്പൊ തന്നെ ദുർബലനായും മറ്റുള്ളവരെ കരുത്തുള്ളവരായും എല്ലാം ഉള്ളവരായി കാണുക. നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ലേ ഭർത്താവിനോട്, അവരുടെയൊക്കെ ഒരു ഭാഗ്യ, സ്ത്രീയുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല? ഇപ്പം പിന്നെ നോക്കാൻ സമയമില്ല. പണ്ട് കാലത്ത് പണ്ട് ഈ തോണ്ടുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഈ തോണ്ടുന്ന സാധനം വരുന്നതിന് മുമ്പാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത്. കാരണം മനുഷ്യന്റെ ഒരു വിചാരം എന്താ വെച്ചാൽ അപ്പുറത്തെ ഭാര്യയ്ക്കാണ് കൂടുതൽ സ്നേഹം കിട്ടുന്നത്, ഇപ്പുറത്തെ ആൾക്കാണ് കൂടുതൽ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ അങ്ങനെ പറയാറില്ലേ പൊതുവെ? മനുഷ്യൻ എന്നെക്കാളും സ്നേഹം കിട്ടുന്നത് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം നിങ്ങളുടെ അമ്മയാണ്, സഹോദരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ടാവും. ഉണ്ടാവില്ല? ഉണ്ടോ ഇല്ലയോ?
ഇപ്പൊ തനിക്കെന്തോ സ്നേഹം കിട്ടുന്നില്ല, തന്നെ കെയർ ചെയ്യുന്നില്ല, തൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, തനിക്ക് ഒരുപാട് കുറവുകൾ, ന്യൂനതകൾ, ഇല്ലായ്മകൾ, അതല്ലേ മനുഷ്യൻ ചിന്തിക്കുക? ആണോ അല്ലയോ? ഈ തരത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിന്റെ ദോഷങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. രണ്ട്, തനിക്ക് കിട്ടിയതെല്ലാം കുറവുകളാണ്, ന്യൂനതകളാണ്, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ രണ്ട് സ്വഭാവവും മനസ്സിലുള്ളിടത്തോളം കാലം ഈ ജന്മം ഒരാളെ തൃപ്തിപ്പെടുത്താൻ സാധ്യത. നിങ്ങൾക്ക് 101 പവൻ സ്വർണം തന്നാലും നിങ്ങളുടെ ഭർത്താവ് 102ാമത്തെ പവൻ അയാളുടെ സിസ്റ്റർക്ക് കൊടുത്താൽ അന്ന് അയാളുടെ കഥ നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾ അപ്പോഴേക്കും കമ്പാരിസൺ നടത്തി, എന്നാലും നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം എന്താ മിണ്ടാത്തത്? നിങ്ങൾ ആരോടാണ്? നിങ്ങളുടെ സഹോദരിയോടാണ്. ഈ തരത്തിൽ മനുഷ്യ മനസ്സെന്നും തൃപ്തിയില്ലാതെ, എന്നും എന്താ പറയുക, ഉള്ളതിനെ ആസ്വദിക്കാൻ പറ്റാതെ ഈ കുറവുകളെ ചിന്തിച്ച് ചിന്തിച്ച് ദുർബലമാകുന്ന മനസ്സാണ്. അതുകൊണ്ട് കുട്ടികളോട് പറയാണ്, ഈ ലോകത്തിൽ ആരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറയും. ഇപ്പൊ നോക്കൂ, നമ്മൾ കേരളത്തിലുള്ള മനുഷ്യന്റെ ആവറേജ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പാവം ബംഗാളിക്കും ബീഹാറിക്കും സ്വപ്നം കാണാൻ പറ്റാത്ത ജീവിതമാണ്. ആണോ? അത്യാവശ്യം നല്ലൊരു വീടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. പിന്നെ രണ്ടാമത്തത്, വീട്ടിൽ അത്യാവശ്യം സാധന സാമഗ്രികളുണ്ട്, AC ഉണ്ട് പല വീട്ടിലും. പണ്ട് AC ഒക്കെ വെച്ച ലക്ഷറി കരുതിയത്, ഇന്നിപ്പോൾ അതൊരു ആവശ്യമായി മാറി. ആണോ അല്ലയോ? പിന്നെ അത്യാവശ്യം സ്വർണം നോക്കുകയാണെങ്കിൽ, കുട്ടി ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് എവിടെയാണെന്ന്. കുട്ടി പറഞ്ഞു ബാങ്കിലാണെന്ന്. കാരണം ഇപ്പം ലോക്കറിലാണ് ഏറ്റവും വലിയ ഖനി ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ സ്വർണം ഇപ്പം പണ്ടത്തെ പോലെ ഖനികളിലല്ല, എവിടെയാണ്? ബാങ്കിലാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ കാണുന്നു ജീവിതത്തെ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മറ്റുള്ളവരെക്കാൾ സമ്പന്നരാണെന്ന് കേരളീയർ. ആണോ? എന്നാൽ നിങ്ങൾ നോക്കുക, ബംഗാളി വൈകുന്നേരം സുഖമായിട്ട് കിടന്നുറങ്ങും. നമുക്ക് നമ്മുടെ വീട്ടിൽ AC ഇട്ടിട്ട് പോലും പലർക്കും ഉറക്കമില്ല. ഇനി എന്തിനപ്പം ഈ വീട് വെച്ചിരിക്കണം? എന്നാൽ പോയി നോക്കുകയാണ് എന്തിൻ്റെ ദോഷമാണെന്ന്. അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ജ്യോത്സ്യർ പറഞ്ഞു നിങ്ങളുടെ വാസ്തു ശരിയല്ല എന്ന്. പിന്നെ കക്കൂസ് എടുത്തിട്ട് മാറ്റി പൂജാമുറി ആക്കണം, പൂജാമുറി എടുത്ത് മാറ്റി നോക്കണം. ഭഗവാൻ വിചാരിക്കും, പണ്ട് ഞാൻ മര്യാദയ്ക്ക് ഒരിടത്തിരുന്ന് ഇപ്പം ഇവൻ്റെ കക്കൂസിൻ്റെ മുകളിൽ പോയി ഇരിക്കേണ്ട ഗതികേടാ എനിക്ക്. ഈ വാസ്തു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, പിന്നെ അതിനങ്ങോട്ട് തുടങ്ങി ഭാര്യയും ഭർത്താവും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര. അന്നേ ഞാൻ പറഞ്ഞത് അവിടെ അത് വെക്കരുത്, ഇവിടെ വെക്കരുത് എന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞ ആ വീട്ടിലുള്ള സമാധാനം മുഴുവൻ ഇല്ലാതാക്കി. എന്നിട്ട് എന്ത് ജീവിതമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം അതുകൊണ്ട് കുട്ടികളോട് പറയാണ്, ജീവിതത്തിൽ തൃപ്തി എപ്പോഴാണ് വരിക? സുഖം എപ്പോഴാണ് വരിക? തപോദിവ്യം പുത്രക. അതിനെന്താ വേണ്ടത്? മനസ്സിനെ തപസ് ചെയ്യാൻ പരിശീലിപ്പിക്കണം കുട്ടികളെ. തപസ്സാണ് സുഖത്തിലേക്കും തൃപ്തിയിലേക്കുള്ള മാർഗം. എന്താ തപസ് എന്ന് പറഞ്ഞാൽ? കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. ഇത് രണ്ടുമാണ്. എന്താണ്? ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. ഇത് രണ്ടും ചേർന്നാൽ എന്തായി? തപസ്സായി. ഇപ്പൊ രാവിലെ എണീറ്റ് കൃത്യനിഷ്ഠ, ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു കൃത്യതയിൽ ചെയ്യുന്നതിന്റെ പേരാണ് കൃത്യനിഷ്ഠ. രണ്ട്, അനുഷ്ഠാനം. മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യുക, ഞാൻ ദിവസവും ഇങ്ങനെ ഓരോ സാധനകൾ ചെയ്യുമെന്ന്. കുറെ കഴിഞ്ഞാലല്ലോ ഇനീഷ്യലി ഇതിന്റെ ആവശ്യമുള്ളൂ. ഇതൊരു ലഹരി കയറും തലയ്ക്ക്. ഈ കള്ളു കുടിച്ച് ലഹരി കയറിയ പിന്നെ അവനോട് കള്ളു കുടിക്കണോ എന്ന് ചോദിക്കുന്ന കാര്യമില്ല. അവനാ സമയമാകുമ്പോഴേക്കും അതിനു വേണ്ടി ഓടും. ഇതുപോലെ സത്യം പറഞ്ഞാൽ ആത്മീയത ഒരു വലിയ ലഹരിയാണ്. നിങ്ങൾ ഡെയിലി ജപിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തി നോക്കൂ. പിന്നെ നിങ്ങൾക്കത് ജപിച്ചില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖം തോന്നില്ല. ഉണ്ടോയില്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇതൊരു ലഹരിയാണ്, സത്യത്തിൽ വലിയ ലഹരിയാണത്. മറ്റേ കള്ളിനേക്കാളും വലിയ ലഹരിയാണത്. നിങ്ങളത് ശീലിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 4 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സാധന ചെയ്യുന്നവരാണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് 4:05 എണീറ്റാൽ പോലും ഒരു വിഷമാണ്. അയ്യോ, എൻ്റെ ഒരു 5 മിനിറ്റ് പോയല്ലോ എന്നുള്ളത്. ഈ രീതിയിൽ നമ്മളൊരു അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ക്രമേണ ഈ അനുഷ്ഠാനത്തിലേക്ക് അങ്ങനെ ലയിപ്പിച്ചു കൊണ്ടുവരണം. അതെന്തിനാണ്? മനസ്സിൻ്റെ ലയമാണ് സുഖം. അത് ഇന്ദ്രിയത്തിൽ ലയിക്കുമ്പോൾ അതിനെ വിഷയസുഖമെന്നും
അത് സാധനയിൽ ലയിക്കുമ്പോൾ അതിനെ ആത്മസുഖം എന്ന് വിളിക്കുക. ഇന്ദ്രിയത്തിൽ ലയിക്കുമ്പോൾ അത് വിഷയസുഖം. ആ വിഷയം കിട്ടുമ്പോൾ നമുക്കൊരു സദ്യയൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, നല്ല പായസത്തിൽ മധുരമൊക്കെ ഉള്ള ഒരു പായസം നിങ്ങൾ അങ്ങോട്ട് കുടിച്ചു. അത് ഇങ്ങനെ കുടിക്കുന്ന പായസം, അല്ലാതെ ഈ പേപ്പർ പ്ലേറ്റിൽ ഗ്ലാസ്സിലെടുത്ത് വായിലൊഴിക്കുന്ന പായസം അല്ല. അത് പണ്ട് കാലത്ത് ആൾക്കാരിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല മധുരം അങ്ങോട്ട് തലയ്ക്ക് പിടിക്കുമ്പം പുളിയിഞ്ചി കാണുമ്പോൾ, ഇലയിൽ പുളിയിഞ്ചി കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? എന്താ നിങ്ങൾ എൻ്റെ അന്തം വിട്ട പോലെ നിൽക്കണതും ചെയ്യാത്ത പോലെ? പുളിയിഞ്ചി കാണുമ്പോൾ ഒന്നും ചെയ്യില്ല. അതെന്തിനാണത്? ആ പുളിയിഞ്ചി കാണുമ്പം കറി മധുരത്തിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കുമ്പം ഇടയ്ക്കൊരു എന്തൊരു സുഖം. അപ്പോ എന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിന്റെ പേരാണ് വിഷയസുഖം. എന്താണ്? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം. അതാണ് ചിലരുണ്ടല്ലോ ഇന്ദ്രിയത്തിനെ വല്ലാതെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തും. ഈ കാന്താരി മുളകൊക്കെ വെച്ച് അങ്ങോട്ട് അടിച്ചു വിടും. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ആമൂലാഗ്രം എരിഞ്ഞിട്ട് ഒരു സമാധാനമില്ല. എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുമോ, അത്ര വലിച്ച് കേട്ടണ്ടിയിലായിരുന്നു, ഞാൻ അപ്പോഴേ വിചാരിച്ചാണത് കുഴപ്പമുണ്ടാക്കുന്നത്. കിടക്കാനും പറ്റില്ല. കാരണം ഉള്ളിലങ്ങനെ എരിഞ്ഞ് പുകഞ്ഞ് ആർത്തി പൂണ്ടത് കഴിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങൾ, അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും വരുന്നതാണ് അതൊക്കെ. അപ്പോ പഴയ കാലമൊക്കെ പോയി. ഇന്നിപ്പോൾ അതൊക്കെ കുറഞ്ഞു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ആ വായി കൊള്ളാത്ത എന്താണ് ബർഗറോ ഈ സാധനം, പിന്നെ ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു വരികണം ഈ കുന്തത്തിന്. ഇതൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ ഒക്കെ രോഗികളല്ലേ. കേരളത്തിലാണെങ്കിൽ മൊത്തം കുഴിമാന്തലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കൊക്കെ കുഴിമാന്തി ഒക്കെ മാന്തിയില്ല. അവസാനമൊക്കെ മാന്തി ഇടുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? ആലപ്പുഴയിൽ കുറെ താറാവുകളെ കുഴിമാന്തി ഇട്ടു. കാരണം ആ സാധനം വെച്ചിട്ടാണ് ഇവൻ കുഴി മാന്തിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ കുറെ എന്താ പറയുക, മനുഷ്യന്റെ ജീവിതം വെറും ഇന്ദ്രിയ ലാളനത്തിന് വേണ്ടി ആയി. ശങ്കരാചാര്യസ്വാമികൾ ചോദിക്കും, ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിന സക്ത. കുട്ടിയായിരിക്കുമ്പോൾ കളിയിൽ മുഴുകി, കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണം. പിന്നെ അവള് പിന്നെ ചവിട്ടോ അവിട്ടോ ഒക്കെ ആവുമ്പോഴാണ് സച്ചിദാനന്ദ രൂപത്തിൻ്റെ പിന്നാലെ പോകുന്നത്. വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് പിന്നെ മക്കൾ 2 എണ്ണം കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക നാമം ചൊല്ലേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുവരെ ഒന്നും പണിക്ക് പോവില്ല. അതിൻ്റെ പിന്നാലെയൊക്കെ വാലാട്ടി പോകുമ്പം മനസ്സിലായില്ലേ? 99ാമത്തെ പിറന്നാള് മുത്തശ്ശൻ മുത്തശ്ശൻ്റെ 99ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാവരും മക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും ചെറിയ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പേരക്കുട്ടി മുത്തശ്ശനോട് ചോദിക്കുകയാണ്, 100ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ മുത്തശ്ശൻ ഉണ്ടാവുമോ? അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതിന് നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന്. അപ്പം മുത്തശ്ശൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, നീ വരില്ലേ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുക നാളെയൊക്കെ നമ്മളിങ്ങനെ സുഖമായിട്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ജീവിതം ആസ്വദിച്ച് പോകുന്നവർ വളരെ കുറവാണ്. ആസ്വദിക്കണ്ടേ? അതിനെന്താ വേണ്ടത്? മറ്റൊന്നും വേണ്ട. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ ഇതൊക്കെ ചെയ്താൽ മതി. എന്താണ്? ഗേയം ഗീതാനാമസഹസ്രം ദേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജന സംഖ്യേ ചിത്തം ധേയം ദീനജനായ ച വിത്തം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ നമ്മൾ പരിശീലിക്കണം. തപോദിവ്യം പുത്രക. കുട്ടികളെ ദിവസവും എന്ത് വേണം? തപസ് വേണം, കൃത്യനിഷ്ഠയും വേണം. അത് നിങ്ങൾ വിചാരിച്ച് മക്കളോട് പറയണം. എങ്ങനെങ്കിലും അവരെ ഒരു വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലാനുള്ള ഒരു സംസ്കാരത്തിലേക്ക് എങ്ങനെങ്കിലും നമ്മുടെ തലമുറകളെ നമുക്ക് ഉറക്കെ പറയൂ
എത്ര പേര് ലളിതാ സഹസ്രം വിഷ്ണു സഹസ്രം ഡെയിലി ചൊല്ലുന്നവരുണ്ട്? നന്നായി. അല്ലെങ്കിൽ നിങ്ങൾ നല്ലവരാണ്, എന്നാലും കുറച്ചുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതുണ്ടാവണമല്ലോ. ഈ തേങ്ങയുടെ നല്ല തേങ്ങയുടെ ഇടയിൽ ചിലത് പേട്ടു തേങ്ങ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കുറേ ഇപ്പോഴും അങ്ങനെ പേട്ടു തേങ്ങയുടെ കിടക്കുന്നുണ്ട്. നല്ലതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലതാണ്. നന്നായ അവനവനെ നല്ലത്. നിങ്ങൾ നന്നായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഗുണമില്ലെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മക്കൾക്ക് ഗുണമുണ്ട്. കാരണം ഈ ഒരു ഭക്തി എന്ന് പറയുന്നത് ശക്തിയാണ്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവില്ലേ? നിരന്തരം നിങ്ങൾ ഈ അനുഷ്ഠാനത്തിലൂടെ ജീവിച്ചു നോക്കൂ. നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ഭക്തി ഡെവലപ്പ് ചെയ്ത മീരാഭായ്, നിങ്ങൾ കേട്ട് കാണും. മീരാഭായിയുടെയൊക്കെ കഥകൾ നിങ്ങൾ കേട്ട് കാണും. അവര് രാജസ്ഥാനില് ഉദയ്പൂരിൽ നിന്ന് ഒരു 150 കിലോമീറ്ററെങ്കിലും ദൂരമുള്ള മേവാർ രാജവംശം, ചിത്തോർഗഡ് എന്ന് പറയും, ചിറ്റൂർ രാജവംശം, അവിടുത്തെ ആ കുടുംബത്തിലേക്കാണ് അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അവർ കല്യാണം കഴിച്ച് കൊച്ചു നാളിൽ തന്നെ കൃഷ്ണഭക്തിയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ കൃഷ്ണനെ ദൈവമായി കാണുന്നു, അവർ കൃഷ്ണനെ സ്വന്തം ഭർത്താവായി കണ്ട് ആരാധിച്ചതാണ്. കൃഷ്ണനോട് അത്ര ഒരു സ്വാതന്ത്ര്യത്തിൽ സംസാരിച്ചു. എന്തോ അവർക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ അധികാലം യോഗം ഉണ്ടായില്ല. 2 കൊല്ലം കൊണ്ട് ഭർത്താവിന് ചില രോഗം വന്ന് മരിച്ചു. ഞാൻ ഇത് പറയരുന്നായിരുന്നു, സരിതായരോട് പറയരുന്നു. അതായത് നമ്മൾ ഈ മാതൃ കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ ഈ കാര്യം നിങ്ങൾ എംഫസൈസ് ചെയ്യണം. പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിരിക്കുന്നത്, അതായത് പഴയ കാലത്ത് സതി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ അതത്ര ഇല്ലെങ്കിലും നോർത്തിൽ വളരെ ശക്തിയുള്ള ഒരു ആചാരമായിരുന്നു. എന്താ സതി എന്ന് പറഞ്ഞാൽ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിലേക്ക് ജീവനോടെ ഭാര്യയും ചാടുക. അപ്പോൾ ഇവരുടെ മേവാർ രാജവംശത്തിലെ, അതായത് ഈ മീരാബായിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, അന്ന് അദ്ദേഹമായിരുന്ന രാജാവ്, പറഞ്ഞു, ദേവി സതി അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ കുലത്തിന് നാശമാണ്. ആളുകൾ ചീത്തപ്പേര് പറയും, കാരണം ദേവി ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. അപ്പൊ ദേവി പറഞ്ഞ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനിതിനാ ദേഹത്യാഗം ചെയ്യണത്? ഞാൻ സതി അനുഷ്ഠിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ സംശയം, വേറെന്തോ ഇടപാടുണ്ടോ എന്നുള്ളത്. ദേവിക്ക് അത്രയും കൃഷ്ണനോട് ഭയങ്കരമായ ഭക്തി. അപ്പൊ ഇവര് സതി അനുഷ്ഠിക്കില്ല എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ആ ശക്തിക്ക് മുമ്പിൽ വലിയൊരു കൽപ്പന കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശക്തി രാജകൊട്ടാരത്തിലുള്ളവർക്ക് ഉണ്ടായില്ല. കാരണം അത്രയും ഭക്തിയിൽ എന്തുണ്ടായിരുന്നു? മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു. സ്ത്രീകളെ എപ്പോഴും ഓർക്കണം, പെൺകുട്ടികളെ പഠിപ്പിക്കണത്, ഒരാണിന് മസിലാണ് ശക്തി, സ്ത്രീക്ക് അത് ശരിക്കും സ്ത്രീകളുണ്ടല്ലോ, വ്രതവും ഒക്കെ അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ശക്തി വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ തൂങ്ങി മരിക്കേണ്ട ഗതികേടിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു വ്രതമൊന്നും ഇപ്പം നമ്മുടെ വീടുകളിൽ ആരുണ്ട്? ആകെയുള്ളൊരു വ്രതമുള്ളത് തോണ്ടുന്ന വ്രതമാണ്. രാവിലെ എണീറ്റ 11 മണി വരെ രാവിലെ മുതൽ ഇത് തോണ്ടൽ തന്നെ, കണ്ടവൻ്റെ വായിൽ നോക്കുന്ന വ്രതം. ഈ വ്രതത്തിലെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വന്നിട്ടുള്ളത്. കുട്ടികളെ കൊണ്ട് ഏകാദശി വ്രതം എടുപ്പിക്കുന്ന അമ്മമാരുണ്ടോ? ഞാൻ നിങ്ങളോടാ ചോദിച്ചത്. നിങ്ങളെന്തത് കേൾക്കാത്ത പോലെ എന്നെ നോക്കണത്? കുട്ടികളെ കൊണ്ട് ഏകാദശി വ്രതം എടുപ്പിക്കുന്നവരുണ്ടോ? വളരെ കുറവ്. അതൊക്കെ തന്നെയാണ് നോക്കൂ, ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ പെൺകുട്ടികളെ വളരെ ഇക്കാര്യത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കിയിരുന്നു. ഉണ്ടോ? ആ കാലഘട്ടം കഴിഞ്ഞു. ഇവിടെ കുട്ടികളോട് പറയാണ് തപോദിവ്യം. എന്ത് വേണം? ഈ വാക്കുറക്കെ പറയൂ നിങ്ങൾ. എന്ത് വേണം? എന്താ തപസ് എന്ന് പറഞ്ഞാൽ? കൃത്യനിഷ്ഠയും, അത് മുതിർന്നവർ വേണം കാണിക്കാൻ. ഈ ജീവിതം ജീവിച്ച മീരാബായി അവരുടെ ആ മനോബലത്തിന്റെ മുന്നിൽ ഒരു തളർന്നില്ല. അവസാനം ഇവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിൽക്കരുത്, അവരെ ഭ്രഷ്ട് കൽപ്പിച്ചു എന്നാണ്. രാജകീയ വസ്ത്രങ്ങൾ കഴിച്ചു വെച്ച്, വെളുത്ത സാരിയും വെളുത്ത ബ്ലൗസും കൊടുത്ത്, അതായത് പണ്ട് കാലത്ത് ഈ വെളുത്തതെന്ന് പറയുന്നത് അറിയോ നിങ്ങൾക്ക്? എന്താണ്? വിധവകൾ ഉടുത്തിരിക്കുന്നത് ആ വസ്ത്രം എടുത്തുകൊണ്ട് അവരെ ഇറങ്ങിയാണ്. അവരിറങ്ങി. അവർക്ക് നോക്കണം, ഞാൻ മീരാബായിയുടെ ഒക്കെ കഥ വായിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ എത്ര നമസ്കരിച്ചാലും മതി അവിടെ. കാരണം രാജകീയ ഭ്രഷ്ടെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലുള്ള ആരെങ്കിലും അവർക്ക് കുടിക്കാൻ വെള്ളമോ
കിടക്കാൻ ഇടമ കൊടുത്താൽ അവൻ്റെ തല വെട്ടിക്കളയും. ഒരാളും അവർക്കൊരു സഹായവും ചെയ്യരുത്. അപ്പം ആലോചിച്ച് നോക്കൂ, തീർത്തും ഒരു ഭ്രഷ്ട് കൽപ്പിച്ച് പോകുന്നൊരവസ്ഥ. പക്ഷെ അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ്. അവർക്കൊന്നിൻ്റെ ഒരു കുറവ് വന്നില്ല എന്നുള്ളതാണ്. ഒന്നിൻ്റെ ഒരു കുറവ് വന്നില്ല. അവരെ തോൽപ്പിക്കാൻ നോക്കിയവരൊക്കെ തോറ്റുപോയി. അവസാനം ഇന്ന് നിങ്ങൾ ചിത്തോസ്ഗഡ് രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മീരാബായിയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഒടുവിലായപ്പോഴേക്കും ആ രാജ്യ കൊട്ടാരത്തിൽ അവർക്ക് മീരാബായിയുടെ കൃഷ്ണന്റെ പ്രതിമ പ്രതിഷ്ഠിക്കേണ്ടി വന്നു. ആ കൊട്ടാരത്തിൽ അവര് പൊതുവെ ശിവനെ ആരാധിക്കുന്നവരാണ്. പക്ഷെ അവിടെ കൃഷ്ണനെ അവര് പ്രതിഷ്ഠിക്കുന്ന, അത് മീരാ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നതിന്. അതവർക്ക് പ്രതിഷ്ഠിക്കേണ്ടി വന്നു. ലോകത്തിന് വെളിച്ചമായി തീർന്ന ഒരമ്മ, സതിയെ അതിവർത്തിച്ച അമ്മ. അപ്പൊ നോക്കൂ, ഏത് അനാചാരത്തെയും അതിവർത്തിക്കാൻ തപശക്തി കൊണ്ട് സാധിക്കും എന്ന സത്യല്ലേ? എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങൾ ആണോ അല്ലയോ? തോൽപ്പിക്കുന്നത് ആരെ അറിയോ? ദുർബല മനസ്സുള്ളവരെയാണ്. ഒരു ധീര മനസ്സിനെ തോൽപ്പിക്കാൻ സാധ്യല്ല. ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിൽ പോയി നോക്കൂ, ഞാൻ നുണയാണോ പറയണത് എന്നുള്ളത്. ആയിരക്കണക്കിന് സ്ത്രീകളെ അവിടെ കാണാൻ നിങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോകുന്നതല്ലേ. അപ്പോ അവിടെ ആ വൃന്ദാവനത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ, ബംഗാളി, രാജസ്ഥാൻ, UP, ഒറീസ, ബീഹാർ, ഇവിടുന്നൊക്കെ വരുന്ന സ്ത്രീകളാണ്. അവരുടെയൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ തോറ്റു കൊടുത്തില്ല. അവരെങ്ങോട്ട് വരും? വൃന്ദാവനത്തിൽ വെറുതെ വരുന്നതല്ല, അവര് ഭഗവാന്റെ നാമം ചൊല്ലിയും സത്സംഗങ്ങളിൽ പങ്കെടുത്തും അത് ആസ്വദിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ആളുകൾ വസ്ത്രവും ഭക്ഷണവും ഒക്കെ അങ്ങനെ കൊടുക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും വസ്ത്രമൊക്കെ കൊടുക്കുന്ന ഒരു 100-200 അമ്മമാർക്കെങ്കിലും കൊടുക്കും. ഞാൻ എൻ്റെ യാത്രയിൽ ഇതുവരെ ഒരു എല്ലും തോലുമായ അമ്മയെ കണ്ടിട്ടില്ല. ഉള്ളവരൊക്കെ നല്ല കട്ട മോട്ട ശരീരമാണ്. അപ്പൊ നല്ല കട്ട ശരീരം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്ത് കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ ഇരിക്കണം? എല്ലും തോലും ഇരിക്കണം. അപ്പൊ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്? ഉണ്ടോ? ഒന്നുമില്ല അവർക്ക്. എന്നാൽ എല്ലാം ഉണ്ട്. ഒരു കീറിപ്പൊളിഞ്ഞ സാരി ഉടുത്തുള്ള ഒരു അമ്മയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം അവർക്ക് നല്ല നല്ല വസ്ത്രാരോഗ്യം കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ അവരുടെ ജീവിതം അവർ ധന്യമാക്കുന്നു പറഞ്ഞാൽ, അപ്പൊ ആ തപസ്സിന്റെ ശക്തി ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തളരുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തപസ്സിലൂടെ ആ ശക്തി ആർജിക്കണം. ലോകമല്ല തളർത്തുന്നത്, സമൂഹമല്ല തളർത്തുന്നത്, വിധിയല്ല തളർത്തുന്നത് ദുർബലതയാണ്. വീക്ക്നെസ് ഓഫ് ദ മൈൻഡ് ഈസ് അവർ എനിമി എന്നാണ്. അതാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്. ഉദ്ധവരെ, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാഗ്രഹ കർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. ആരുമല്ല എൻ്റെ ദുഃഖത്തിന് ഹേതു, ആരുമല്ല എന്നെ തളർത്തുന്നത്. എല്ലാറ്റിനും കാരണം മനഃപരം കാരണമാമനന്തി. ആരാണ്? അതുകൊണ്ട് നോക്കേണ്ടത് മനസ്സിനെയാണ്. കരുത്ത് ആർജിപ്പിക്കേണ്ടത് ആരെയാണ്? മനസ്സിനെയാണ്. എപ്പോഴും ഓർക്കൽ, ലുക്ക് അറ്റ് യുവർ ഓൺ മൈൻഡ്. യുവർ മൈൻഡ് ഈസ് യുവർ എനിമി ആൻഡ് യുവർ മൈൻഡ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ആത്മനോ ആത്മൈവ രിപു, ആത്മനോ ആത്മൈവ ബന്ധു. ഇത് ഞാൻ പറഞ്ഞ വരികളല്ല, കൃഷ്ണന്റെ വരികളാണ്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ ആത്മനോ രിപു. അവനവന്റെ ബന്ധുവും അവനവന്റെ ശത്രുവും അവനവന്റെ മനസ്സാണ്. എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ട്? ഇത് മനസ്സിലായ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം രക്ഷപ്പെട്ടു. ശത്രു പുറത്തല്ല ഇരിക്കുന്നത്, ശത്രു നമ്മുടെ ഉള്ളിലാണ്. അതിന് പകരം ശത്രു സംഹാര മുട്ട് കാടാമ്പുഴ പോയി മുട്ടിയിട്ട് ആരെ ശരിയാക്കാനാണ് നിങ്ങൾ? അവനവന്റെ ഉള്ളിലുള്ള മുട്ട് തീർക്കണമെങ്കിൽ തേങ്ങ പൊട്ടിച്ചതുകൊണ്ട് കാര്യമാവില്ല. അതിന് വേണ്ടത്
തപോ ദിവ്യം പുത്രക. എന്ത് വേണം? അത് മാത്രം പറയില്ലേ നിങ്ങൾ? തപസ്യാണ്. അതാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് വളരെ കുറഞ്ഞു പോയത്. ഈ രണ്ട് വാക്കുകൾ, കൃത്യനിഷ്ഠയും പറയൂ അനുഷ്ഠാനവും, നമ്മൾ കുട്ടികളിലേക്ക് പകർന്നവരെ എന്താക്കി മാറ്റണം? ഒരു കരുത്തുള്ള സമൂഹമാക്കി മാറ്റിയാൽ, കുട്ടികളോട് പറയാണ് 5ാമത്തെ ശ്ലോകം. ഇതൊക്കെ എന്തൊരു ഗംഭീര നോക്കൂ. പരാപവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവൽ ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. കുട്ടികളെ പരാഭവം എന്ന് പറഞ്ഞാൽ പരിഭവം. ഒരാൾ എത്ര കാലം പരിഭവങ്ങളും കുറ്റങ്ങളും കുറവുകളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയും? എത്ര കാലം നിങ്ങളുടെ മനസ്സ് സാധനകളിലേക്ക് കൊണ്ടുവരുന്നില്ലയോ അത്രയും കാലം. എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സാധനാനുഷ്ഠാനത്തിലൂടെ, കൃത്യനിഷ്ഠയിലൂടെ, അനുഷ്ഠാനത്തിലൂടെ മാത്രമേ എൻ്റെ മനസ്സിനെ കരുത്തുള്ളതാക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് മുതൽ പിന്നെ നിങ്ങൾ പരിഭവം പറഞ്ഞ് സമയം കളയില്ല. കാരണം ആരോട് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. വെറുതെ ഇത്തിരി ചൊറിമാന്തി സുഖം എന്ന് പറയും. ഇപ്പൊ പുറത്തൊക്കെ കൊതുക് കടിച്ചാൽ നമുക്ക് ചൊറിയാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെ കയ്യൊക്കെ മേടിക്കാൻ കിട്ടും. ചിലർ ചുമരിൽ കൊണ്ട് ചാരും, തൂണിലൊക്കെ കൊണ്ടുപോയി ചൊറിയും. കൊച്ചു കുട്ടികളാണെങ്കിൽ അമ്മയോട് പറയും ഒന്ന് ചൊറിഞ്ഞു തരാൻ. അപ്പൊ ചൊറിയുമ്പോൾ അവർക്കൊരു സുഖം. അമ്മയ്ക്ക് നല്ല നഖമുള്ള അമ്മ, ദേവിയുടെ അവതാരങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം നരസിംഹാവതാരമൊക്കെ എടുത്ത അമ്മമാരുണ്ടാവും. ചിലപ്പോൾ വലിയ നീളമുള്ള നഖമൊക്കെ ഇട്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഒന്ന് ചൊറിയുന്നെങ്കിൽ ചിലപ്പം അത് തോലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത്തിരി നീറ്റൽ വരും. അപ്പം ആ ചൊറിയുന്ന സുഖം, ആ സുഖവും പിന്നൊരു നീറ്റലും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പലരെയും ജീവിതത്തിൽ അവർ സുഖമായി കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ആശ്വാസം, ചെറിയൊരു സമാധാനം, ചെറിയൊരു എന്താ പറയുക, ഒരു തൃപ്തി. അതാണ് നമ്മൾ സുഖമായി കാണുന്നത്. എങ്കിൽ ഈ ജീവിതം നന്നാവില്ല. ഒരാളിൽ നിന്ന് കിട്ടുന്നതല്ല സമാധാനവും ശാന്തിയും. അതെവിടെ നിന്ന് കിട്ടണം? മനോബലത്തിൽ നിന്നും കിട്ടണം. എവിടെ നിന്ന്? സമാധാനമല്ല ജീവിതത്തിൽ വേണ്ടത് മനഃശക്തി കിട്ടണം. ശക്തിയുള്ളവർക്ക് സമാധാനമുണ്ട്. അല്ലാതെ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോകരുത്, ശാന്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോകരുത്. അവിടെ ശാന്തിക്കാരിരുന്നോട്ടെ. ശാന്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോകരുത്. എന്തിനു വേണ്ടി പോകണം? മനോബലത്തിന് വേണ്ടി വേണം. മനോബലം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. സോ ഓവർ എ പീരീഡ് കണ്ടിന്യൂസ്ലി നമ്മൾ സാധന ചെയ്യുമ്പോൾ മൈൻഡ് വിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ്. അത് സംഭവിക്കുകയാണത്. അതങ്ങനെ ആയിത്തീരുകയാണ്. ആണോ അല്ലയോ? അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കൂ, നമ്മൾ പല അനുഭവങ്ങൾ. അപ്പൊ നിങ്ങൾ സിമെന്റ് കൊണ്ട് വീട് കെട്ടുന്ന സമയത്ത് ആ സിമെന്റ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് സ്ട്രോങ് ആവുമോ? അത് വെള്ളമൊഴിച്ച് അത് സെറ്റ് ചെയ്ത് ആ കെമിക്കലെല്ലാം കോമ്പൗണ്ടൊക്കെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആവുന്ന പോലെ നിരന്തരമായ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സ് സ്ട്രോങ് ആവും. അതുകൊണ്ട് ഒരു ദിവസം പോലും ഹോളിഡേ ഉണ്ടാവരുത്. ചിലരുടെ വിചാരമോ എപ്പോഴെങ്കിലുമൊക്കെ നാമം ചൊല്ലിയാൽ മതിയെന്നാണ്. ആഴ്ചയിലൊരിക്കൽ ഞാൻ വിഷ്ണു സഹസ്രം. ആർക്ക് വേണം? ആരെയോ ബോധിപ്പിക്കാൻ നിങ്ങൾ ചൊല്ലിയിട്ട് എന്താ കാര്യം? മനസ്സ് നേരെയാവണമെങ്കിൽ ഭഗവാൻ പറയുന്നു. അതല്ലേ നേരത്തെ പറഞ്ഞില്ലേ, സരിത ടീച്ചർ പറഞ്ഞു, ഇവിടെ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകൻ എന്നൊക്കെ എഴുതി വെച്ച് അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ ഓർത്ത് വെക്കണേ. ചോദ്യം നിങ്ങളുടെ കുട്ടികളോ ആര് ചോദിച്ചാലും ഉത്തരം പറയണം. എപ്പോഴൊക്കെയാണ് സാധന ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുഷ്ഠാനം ചെയ്യേണ്ടത്? ഭഗവാൻ കൃഷ്ണൻ വ്യക്തമായൊരു ഉത്തരം നമുക്ക് തന്നിട്ടുള്ളത് ഭഗവത്ഗീതയില് 8-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയും. ഒരൊറ്റ ശ്ലോകമേ, ഒരു വരിയെ നോക്കണ്ടുള്ളൂ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര എന്നാണ് കൃഷ്ണന്റെ മറുപടി. എന്താണ്? തസ്മാത്, അതുകൊണ്ട്, സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് പറഞ്ഞാൽ എല്ലാ കാലിലും ഷൂ ഇട്ടിട്ട് വേണം എന്നെ സ്മരിക്കാൻ എന്നല്ല. എന്ന് പറയുന്നത് എന്താർത്ഥം? എല്ലാ സമയത്തും. അതിന് പ്രത്യേകിച്ച് ഇന്ന സമയമെന്ന് ഈ ചില ആളുകൾക്ക് കുറെ ഇങ്ങനത്തെ വിഡ്ഢിത്തരം നമ്മുടെ ഹിന്ദുക്കളിൽ വളരെ കൂടുതലാണ്.
അത് സന്ധ്യ കഴിഞ്ഞാൽ അത് വായിക്കാൻ പാടുമോ, സന്ധ്യ കഴിഞ്ഞ് ഇത് ചൊല്ലാൻ പാടുമോ എന്ന്. അങ്ങനെ ഒരു നിയമവുമില്ല ഭഗവാനെ. ഇതൊക്കെ ഓരോരുത്തർ വിവരമില്ലാതെ പറയുന്നതാണ്. സന്ധ്യ കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ എന്താ അവിടെ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകില്ല. ഭഗവാനിലുള്ള ഭക്തി എപ്പോൾ വേണമെങ്കിലും കാണിക്കുക. അതിൻ്റെ ഒരു കഥ പറയും. പണ്ട് ഒരു കഥ അങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് നാരദ മഹർഷി ചോദിക്കുകയാണ്, ഭഗവാനെ യഥാർത്ഥ ഭക്തി എന്താണ്? അപ്പൊ നമ്മളൊക്കെ ഭക്തി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി തൊഴുക, അല്ലെങ്കിൽ നാമം ചൊല്ലുക, ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഭക്തി എന്ന് പറയുന്നത്. ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉത്സവത്തിന് അമ്പലപ്പറമ്പ് പോയാലും നിങ്ങൾ ഭക്തന്മാരായി. കാരണം അവിടെ പ്രഭാഷണത്തിന് വരുന്നവരൊക്കെ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എന്നാണ്. അപ്പൊ നിങ്ങളൊക്കെ ഭക്തജനങ്ങളായി മാറി ഒരു നിമിഷം കൊണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഭക്തന്മാരായി മാറുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ വെറുതെ വായും പൊളിച്ചാൽ മതി. അവിടെ അനൗൺസ് ചെയ്യുന്ന ആൾ പറയും ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അപ്പൊ അവിടെ വായും പൊളിക്കുന്നവൻ ആരായി? അവിടെ വായും പൊളിച്ചിരിക്കുന്നവനും ആരായി? അവന്റെ ഉദ്ദേശം വേറെ വല്ലതുമായിരിക്കും. പക്ഷെ അവൻ വായ പൊളിച്ച് നിന്നുകൊണ്ട് അവനും ആ കാറ്റഗറിയിൽപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ഭക്തന്മാരല്ല. പിന്നെ എങ്ങനെയാണ് ഭക്തി? അപ്പൊ നാരദര് ഇത് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എനിക്കിതിന് ഉത്തരം പറയാൻ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നാരദരെ ഭയങ്കര തലവേദന, കുറച്ച് ദിവസമായി ഭയങ്കര തലവേദന, സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ നെറ്റിയൊക്കെ പിടിച്ചപ്പോൾ ഉടനെ ഭഗവാനോട് നാരദര് ചോദിച്ചു, അല്ല ഭഗവാൻ, ഈ തലവേദനയ്ക്ക് വല്ല വൈദ്യന്മാരും മരുന്നൊക്കെ ഞാനൊന്ന് പോട്ടെ എന്ന്. വേണ്ട നാരദരെ, ആ മരുന്നൊന്നും ഇതിനെ ഏൽക്കില്ല. പിന്നെ എന്താ മരുന്ന് ചോദിച്ചു. എന്നെ ശരിക്കും ആത്മാർത്ഥമായി ഭജിച്ചിട്ടുള്ളവരുടെ കാലിലെ പൊടിയുണ്ടല്ലോ, ഇത്തിരി വെള്ളം ചേർത്ത് തേച്ചാൽ എൻ്റെ തലവേദന പോകും. നാരദർ കേൾക്കേണ്ട താമസം ഒരു ഇലയൊക്കെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് കാലിലെ മണ്ണൊക്കെ അതിലേക്ക് തട്ടുമ്പോൾ ഭഗവാൻ പറഞ്ഞു, നാരദരെ അങ്ങനെ ഈ പൊടിയൊക്കെ ഇടുന്നതിൽ വിരോധമില്ല, പക്ഷേ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ അമർത്തണമുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ കാലിലെ പൊടി ആരുടെയാണോ അവരൊരു 7 ജന്മം ഘോര നരകത്തിലും പോയി കിടക്കണമെന്ന്. നാരദ കേൾക്കേണ്ട താമസം കാലിലുണ്ട് പിൻവലിച്ചു. ഇനിയിപ്പോൾ ഈ പൊടി കാരണം എൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ നാരദരെ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാനുള്ള ഇത്തിരി മരുന്നാണ്. നാരദര് നേരെ വിട്ടു ഗുരുവായൂരിലേക്ക്. ഇവിടെയുള്ള വലിയ ഭക്തന്മാരുള്ളത് നോക്കുമ്പം ഇവിടെ ആളുകളുടെ പൊടിയുടെ അഡ്രസ്സ് പോലും ഇല്ല. ആളുകളൊക്കെ ക്യൂ നിൽക്കുകയാണ്. എങ്ങനെ 1000 റുപ്യ അടിച്ചിട്ട് പെട്ടെന്ന് തൊഴുതു പോകാൻ പറ്റും എന്നുള്ളത്. ആർക്കും ഒന്നിനൊരു സമയമില്ല. ഭഗവാൻ തന്നെ നോക്കുമ്പോൾ ഇവരെന്നേക്കാളും വലിയ തിരക്കുള്ളവരെന്നാ പോയിട്ട് പാടാന്നുള്ള രീതിയിൽ ഭഗവാനും ഈ രീതിയിലായി അവിടുത്തെ കാര്യങ്ങൾ. നാരദർ അന്വേഷിച്ച് ഒരു രക്ഷയില്ല. ആരും നരകത്തിൽ പോയി കിടക്കാൻ തയ്യാറില്ല. പിന്നെ ഭഗവാൻ വിചാരിച്ചു ഭഗവാന്റെ ഭക്തിമാരോടൊക്കെ ചോദിക്കാരോ, രുക്മിണി ദേവി ഇവരോടൊക്കെ ചോദിക്കാന്ന്. അവരിത് കേട്ടപ്പോഴേക്കും അവർക്കും വലിയ സങ്കടമായി. അയ്യോ ഭഗവാൻ ഇത്രയും തലവേദന. എന്നാൽ പിന്നെ കാലിലെ പൊടി, വലിയ സ്വർണ്ണപാത്രമൊക്കെ കൊണ്ടുവന്നിട്ടാണ് കാലിലെ പൊടി ഇടുന്നത്. 7 ജന്മം നരകത്തിൽ കിടക്കുന്നപ്പോൾ അവര് പാത്രം കൊണ്ട് അകത്തേക്ക് പോയി. അവര് വിട്ടു സ്ഥലം. പിന്നെ നാരദര് ഭഗവാനോട് ഒരു രക്ഷയില്ലല്ലോ, കിട്ടണില്ലല്ലോ. അല്ല, ഒന്ന് വൃന്ദാവനത്തിലൊന്ന് പോയി നോക്കൂ, അവിടെ ചെന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. നാരദരൊന്ന് വൃന്ദാവനത്തിൽ പോയി. പാവം നാരദര് വിചാരം ഇവര് പാവം തരുമായിരിക്കാം. കാരണം അവർക്ക് വലിയൊരു നരകത്തെക്കുറിച്ചൊന്നും വലിയൊരു പേടിയില്ലാത്തത് കൊണ്ട്, അവർക്കിതൊന്നും അറിയാത്തതുകൊണ്ട് പാവങ്ങളെ പറ്റിക്കണോ, അങ്ങനെയൊക്കെ അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ളൊരു കുറ്റബോധം ആർക്ക്? നാരദർക്ക്. ഗോപികളോട് പറഞ്ഞു, കൃഷ്ണൻ നോക്കൂ, കൃഷ്ണൻ ചെറിയൊരു തലവേദന. അവർ തലവേദന കേട്ട പിന്നെ അവർ കരയാൻ തുടങ്ങും. കാരണം അത്രയും കൃഷ്ണനോടൊരു ഭക്തിയുള്ളവരാണ് ഗോപികമാര്. ചെറിയൊരു തലവേദന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവതരിപ്പിക്കാൻ പോയി. അവർ അയ്യോ കൃഷ്ണന് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ, ഞങ്ങൾ ശുശ്രൂഷിക്കായിരുന്നില്ലേ കൃഷ്ണനെ, എന്തിനാ കൃഷ്ണനെ അവിടെ കിടത്തി, നാരദനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ വേണ്ട ഭഗവാൻ ഇത്തിരി ഒരു സഹായം വേണ്ട വെച്ചാൽ ഭഗവാന്റെ ഭക്തകളുടെ കാലിലെ ധൂളി ഇത്തിരി വെള്ളം ചേർത്ത് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ തലവേദന പോവും എന്ന് കേൾക്കേണ്ട താമസം പാത്രം കൊണ്ടുവരുന്നു. കാലെല്ലാവരും ആ മൺപൊടി എല്ലാവരും എടുക്കണു. എന്നിട്ട് അവരിങ്ങനെ നാരദരുടെ മുന്നിൽ ആ പൊടി നെറ്റുമ്പോൾ നാരദർ പറഞ്ഞു, നോക്കൂ, ഈ പൊടി ഭഗവാന്റെ നെറ്റിയിലിട്ടാൽ 7 ജന്മം ഘോര നരകത്തിലൊക്കെ പോയി കിടക്കണം എന്ന്. ഇത് കേട്ടപ്പോൾ ഗോപികമാര് നാരദരോട് ചോദിക്കുക, കഷ്ടം എൻ്റെ നാരദരെ, ഇത്രയും കാലം ഭക്തി കൊണ്ട് നടന്നിട്ട്
ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ നരകം ഒരു നരകമാണോ? ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിൽ നരകം ഒരു നരകമാണോ? അതും ഭഗവാൻ തന്നിരിക്കുന്ന ഒരു അനുഭവമായിട്ട്, പ്രസാദമായിട്ട് കണ്ടൂടെ? ഭഗവാൻ ഉള്ളിടത്ത് നരകം ഉണ്ടാകുമോ? കഷ്ടം, അങ്ങിത് മനസ്സിലാക്കിയില്ലല്ലോ, കൊണ്ടുപോകുന്നു. നാരദർക്ക് ഈ കാലിലെ പൊടിയും കൊണ്ട് കൃഷ്ണനെ കാണാൻ വലിയ വിഷമം. കാരണം മുഖത്തടിച്ച പോലെയാ ഗോപികമാര് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നാമം സ്മരിക്കുന്നിടത്ത്, ഭഗവാനെ സ്മരിക്കുന്നിടത്ത് എവിടെയാണ് നരകമുള്ളത്? ഓ കഷ്ടം, ഞാൻ അവരുടെ ആ ഭക്തിയുടെ ഒരു തലം പോലും ഉയർന്നില്ലല്ലോ എന്നൊരു ദുഃഖം ആർക്ക്? നാരദർക്ക്. അതുകൊണ്ട് നാരദർ ഒരു കൃതി എഴുതി. അതിന്റെ പേര് നാരദ ഭക്തി സൂക്തം എന്നാണ്. ആരും കേട്ടിട്ടുണ്ടോ? അറിയില്ല. കേട്ടിട്ടുണ്ടോ? നാരദർ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് നാരദ ഭക്തി സൂക്തം എന്നാണ്. അതിൽ നാരദര് ഭക്തിയെക്കുറിച്ച് നിർവചിക്കുകയാണ്. വാട്ട് ഈസ് ഡിവോഷൻ? എന്താണ് ഭക്തി എന്ന്. ഭക്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു പരമപ്രേമ സ്വരൂപത്വാൽ ഭക്തി. അപ്പൊ എന്താ ഈ പരമപ്രേമ സ്വരൂപം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് പറയാറില്ല, പക്ഷേ യഥാ വ്രജഗോപികാനാം. ഇരട്ട വരിയാണത്. ഗോപികമാരുടെ അർപ്പണം പോലെ എന്നാണ്. ആരെപ്പോലെ? ഗോപികമാരുടെ അർപ്പണം പോലെയാണത്. അതെന്താണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല. നിങ്ങൾ നോക്കുക, പുസ്തകം എടുത്തിട്ട് നാരദ ഭക്തി സൂത്രം ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കുക. ഞാൻ പറയുന്ന വരികളുണ്ടോ നോക്കൂ നിങ്ങൾ. പരമപ്രേമ സ്വരൂപം എന്ന് പറഞ്ഞിട്ട് എന്താ പരമപ്രേമ സ്വരൂപം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ വേണ്ടത്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ അദ്ദേഹം പറയാണ് യഥാ വ്രജഗോപികാനാം, ഗോപികമാരുടെ അർപ്പണം പോലെ. അപ്പോ ആ തലത്തിലേക്ക് അവരെത്തിയത് എത്രയോ കാലം കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പരിഭവം പറഞ്ഞ് തീർക്കരുത്. ആരോടും സങ്കടം പറയാനോ ആരോടും വിഷമം പറയാനോ അല്ല വന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ പറയരുത് എന്നല്ല പറയുന്നത്. ഭക്തിയില്ല, പരിഭവം പറഞ്ഞിട്ടുമില്ലേ നിങ്ങൾക്ക് ഡിപ്രഷൻ അടിക്കും. ആർക്കാണത് പറ്റുക? നിരന്തരമായ അനുഷ്ഠാനമുള്ളവർക്ക് പിന്നെ പരിഭവം പറയാൻ തോന്നില്ല. ആരോട് എന്ത് പരിഭവം പറയണോ, എന്ത് ദുഃഖം പറയണോ? കാരണം വേറൊരാള് നിങ്ങളുടെ ദുഃഖത്തെ പരിഹരിക്കാൻ കേപ്പബിളാണോ? അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഇല്ലായ്മകളെ പറയലല്ല, വിഷമങ്ങളെ പറയലല്ല, ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അത് മറ്റുള്ളവർക്ക് സാധിക്കുന്നത് ഭഗവാന്റെ നാമത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് നമുക്ക് അത് കാണാം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുചേലവൃത്തം കഥകളിയാണ്. ആ കുചേലവൃത്തത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും കൃഷ്ണനോട് ഒരു പരിഭവവും പറയാത്ത ഒരു കുചേലൻ. സുധാമാവ് കൃഷ്ണന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. എന്താ കൊണ്ടുവന്നതെന്ന് കൃഷ്ണനാ കൈ നീട്ടുന്നത്. സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ചോദിക്കുകയാണ്, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നത്? കുചേലൻ കൈ നീട്ടിയില്ല. എന്നിട്ടത് കൊടുത്തില്ല, അവല് മാറ്റി. അപ്പൊ ഭഗവാന് മനസ്സിലായി, ശ്രീകാമോമാ, എന്നിൽ നിന്നൊന്നും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് കൃഷ്ണൻ അവിലൊക്കെ വാങ്ങിച്ച് ഒരു പിടി വായിലിട്ട് പിന്നെ രണ്ടാമത്തെ പിടി പിടിക്കുമ്പോഴാണല്ലോ രുക്മിണി ദേവിയൊക്കെ പിടിക്കുന്നത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് സുധാമാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്. അധനോയം ധനം പ്രാപ്യമാധ്യന്നുച്ഛേദമാം സ്മരേത് ഇത് കാരുണികോനൂനം ധനം പൂരിനാഥ. എന്നോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ എനിക്കൊന്നും തന്നില്ല. ഒരു പരിഭവമില്ല, ഒരു ഡിമാൻഡും ഇല്ല. ഭഗവാന്റെ ആ നാമത്തിൽ മനസ്സർപ്പിച്ച് അതിൽ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് ഉറപ്പാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തും. നിങ്ങൾ കുട്ടികളോട് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്, അനുഷ്ഠാനം കൊണ്ട് നടക്കൂ. അനുഷ്ഠാനമുണ്ടോ വേണ്ട കാര്യങ്ങളെല്ലാം അതെല്ലാം നടക്കും എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിനൊരു ശക്തി വരും. അതാണ്. മറ്റതൊക്കെ ആഗ്രഹങ്ങളാണ്. പല കുട്ടികൾക്കത് അറിയുന്നില്ല. അവർക്ക് പലതും ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹങ്ങൾ നടക്കില്ല. പക്ഷേ ഉപാസന ചെയ്യും തോറും അതാണ് ഈ ഭാരതത്തിന്റെ ഉന്നതി. നോക്കൂ നിങ്ങൾ, ഭാരതം ഇന്ന് ഇത്രയും തലത്തിൽ എത്തിയിട്ടുള്ളത് നിരന്തരമായ ഉപാസകന്മാരുടെ ഒരു സങ്കല്പശക്തിയാണ്. നിങ്ങൾ നോക്കൂ, 32 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ ആദിശങ്കരാചാര്യ സ്വാമികൾ. എത്ര? ഓൺലി 32 years. എന്നാൽ ഇന്നും
എന്നാ ജനിച്ചതെന്ന് അറിയോ? അദ്ദേഹം ഒരു 600 അല്ലെങ്കിൽ 700 AD 600-ലോ 700-ലൊക്കെയാണ്. ഇന്നിപ്പോ നമ്മൾ 2024 എത്ര വർഷം കഴിഞ്ഞു, എത്ര നൂറ്റാണ്ടുകളിലേക്ക് പോകുന്നു. ഇന്നും ആദിശങ്കരാചാര്യസ്വാമികളെ നമ്മൾ ഓർക്കുകയാണ്. ആ 32 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന സങ്കല്പങ്ങൾ, എന്തൊരു ശക്തിയുള്ള സങ്കല്പങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്ന കൃതി. ആരുടെ കൃതി ഇത്രയും സർവൈവ് ചെയ്തിട്ടുണ്ട്? ഇവിടെ മാതൃപഞ്ചകം, ഇന്നും അതിൻ്റെ മാധുരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കളെ പിറന്നാളിൻ്റെ അനുഗ്രഹിക്കുകയാണ് അമ്മ. നിങ്ങളത് പഠിക്കണേ. ആ വരികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് പറയണം, അനുഗ്രഹിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട്. എന്താ പറയുന്നത്? മുക്താമണിസ്തും നയനം മമേതി രാജേതി ജീവേതി സുഖം ചിരേതി. നീ മുക്താമണിയാണ്, നീ കൺമണിയാണ്, നീ രാജാവായി തീരട്ടെ എന്ന് ഒരമ്മ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ പിന്നെ ആ കുട്ടി അത്രയും ഉന്നതനായി തീർന്നല്ലേ പറ്റുള്ളൂ. ഈ രീതിയിലൊക്കെ അനുഗ്രഹീതനായ ആദിശങ്കരാചാര്യ സ്വാമികളെപ്പോലുള്ള പ്രതിഭകൾ ഈ ഭൂമിയിൽ ജീവിച്ചത് അവരുടെ തപശക്തിയുടെ ആ സങ്കല്പശക്തി നേടിയെടുത്തുകൊണ്ടാണ്. നമ്മുടെ കുട്ടികളോട് പറയണം, എന്ത് വേണം? ആ സങ്കല്പം നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു എന്ത് വേണം? തപസ് വേണം, തപസ് വേണം, അനുഷ്ഠാനം വേണം. അതില്ല, പിന്നെ ഇങ്ങനെ നടക്കുക പലതും. അതുകൊണ്ടാണ് വിചാരിച്ചതൊന്നും ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടുന്നത് വേറൊന്ന്. ഒരു തമാശയിട്ടെങ്കിലും പറയും, ഒരു പെണ്ണ് കിട്ടണില്ല, കാരണം ചെറുപ്പത്തിലെ മുടിയൊക്കെ പോയി, കഷണ്ടിയായി പോയി. കാരണം ഒരുവിധം പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പം ആരെ വേണ്ട? കഷണ്ടിക്കാരെ വേണ്ട. കാലമൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം പെണ്ണ് കിട്ടില്ല. അപ്പം ഇവൻ പോയിട്ടൊരു ഗൾഫ് ഫെയർ ഒക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് പെണ്ണിനെയൊക്കെ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇവൻ ഭാര്യയോട് ആദ്യത്തെ ദിവസം പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ വലിയൊരു നുണ മറച്ചു വെച്ചു, ഒരു സത്യം മറച്ചു വെച്ചു, ഞാൻ കഷണ്ടിക്കാരനാണ്. ഇത് ഇട്ടിട്ട് എനിക്ക് രാത്രി കടക്കാൻ പറ്റില്ല, കാരണം അത്രയും എൻ്റെ തല മുഴുവൻ എനിക്ക് പുകച്ചിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ പതുക്കെ ഊരി വെച്ചു. അപ്പോഴേക്ക് ഇവൻ്റെ ഭാര്യ പറഞ്ഞു, അതിനെന്തിനത്ര വിഷമിക്കേണ്ട കാര്യം, അതിപ്പോൾ സ്വാഭാവികമല്ലേ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കുറവുകൾ ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ തലേന്ന് നോക്കിയിട്ടല്ലോ കല്യാണം കഴിച്ചത്. പക്ഷെ അതുപോലെ നിങ്ങളും എൻ്റെ കാര്യത്തിൽ ഇത്തിരി എന്നോട് സഹകരിക്കണം. എനിക്കും ഇതുപോലെ മുടിയൊക്കെ നഷ്ടപ്പെട്ട് ഞാനും ഇത് വെച്ചിരിക്കുന്നതാണെന്ന് അവള് ഊരി വെച്ചു. ഇവൻ്റെ കണ്ണിലൂടെ തീ പാറി. അവള് പറഞ്ഞു, സാരമൊന്നുമില്ലേ, അതൊക്കെ ഒരു സാധാരണ കാര്യമല്ലേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് കുട്ടിക്കാലത്ത് ആക്സിഡന്റ് പറ്റി എൻ്റെ പല്ലും പോയി, അതും വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയേണ്ടത്? ഇതാണ് ലോകം. അപ്പോൾ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളൊക്കെ വെച്ച് കല്യാണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, തപസ്സുണ്ടോ സങ്കല്പശക്തി ദൃഢമാവും, പരാഭവം. ഇനി പറയാണ്, ആരാണ് ശരിക്കുള്ള അച്ഛനും അമ്മയും? നിങ്ങളൊക്കെ ശരിക്കുള്ള അച്ഛനും അമ്മയാണോ? പിന്നല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കും സ്വാമി? ഞാൻ ചോദിക്കുന്നത് ബയോളജിക്കൽ അച്ഛനും അമ്മയല്ല. അതിപ്പോൾ DNA ടെസ്റ്റ് നടത്തി ആർക്ക് വേരും കണ്ടുപിടിക്കാം. നിങ്ങൾ ശരിക്കുള്ള ഒരു അച്ഛനും അമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ അച്ഛനും അമ്മയുമാണോ നിങ്ങൾ? എങ്ങനെ അറിയാൻ പറ്റും? ഇവരാണ് അച്ഛനും അമ്മയും എന്നാണ്. ആര്? 18-ാം ശ്ലോകം വളരെ മനോഹരമായ അച്ഛനെയും അമ്മയും ഒക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ ഋഷഭദേവൻ. ആരാണ് ശരിക്കുള്ള അച്ഛനും ആരാണ് ശരിക്കുള്ള അമ്മയും? ഇപ്പം ഇതിലൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് നോക്കുക, നിങ്ങളിതിൽ പെടുമോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഏതാണ് ശ്ലോകം? ഇത് മുക്താമണിസ്തം എന്നുള്ളത് ഈ ശങ്കരാചാര്യസ്വാമികളുടെ മാതൃപഞ്ചകത്തിലാണ്. അതാ മാതൃപഞ്ചകം എടുത്ത് നോക്കിയാൽ അറിയാം. ഇതൊക്കെ ഇന്നിപ്പോൾ എന്താ പുസ്തകം കിട്ടാൻ? നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. ഗൂഗിൾ അമ്മാവൻ പറഞ്ഞു തരുമല്ലോ, അല്ലെ ഗൂഗിൾ ചേട്ടൻ പറഞ്ഞു തരുമല്ലോ മാതൃപഞ്ചകം. അതൊന്ന് നോക്കിയാൽ മതി, ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പം എല്ലാ സാധനവും ഗൂഗിളിൽ കിടക്കില്ലേ? എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ശ്രീമദ് ഭാഗവതം വരെ ഇപ്പൊ ഗൂഗിളിൽ കിട്ടുന്ന കാലമാണ്. മുക്താമണിസ്തും നയനം മമേതി രാജേതി ജീവേതി ചിരം സുഖം ത്വം. നീ ജീവിതം മുഴുവൻ സുഖമായി, നീ എന്നും രാജാവായി വാഴട്ടെ, നിന്റെ ജീവിതം സുഖമായി തീരട്ടെ, ആയുരാരോഗ്യമുള്ളവനായി തീരട്ടെ. നോക്കൂ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുന്നതും ഇത് എത്ര വ്യത്യാസമുണ്ട്. നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം നോക്കൂ. ഓരോ പിറന്നാളിലും അമ്മ എൻ്റെ തലയിൽ കുറച്ചരിയും ഉണക്കലരിയും പൂവും കെട്ടുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ആ വരികൾ എനിക്ക് മറക്കാൻ പറ്റുമോ അമ്മയെന്നാണ്. അപ്പം അമ്മയായിട്ടുള്ള ബന്ധം നോക്കൂ.
ഇന്നിപ്പോൾ അങ്ങനെയുള്ള അമ്മയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ്. നിൽക്കട്ടെ, ഇവിടെ ആരാ അമ്മ, ആരാ അച്ഛൻ? ഗുരൂനനസ്യൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം ന തസ്യാൽ ന പതിസ്തസ്യാൽ നമോ ജയേത സമവേദ മൃത്യും. ഗുരൂനനസ്യാൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം ന തസ്യാൽ ന പതിസ്തസ്യാൽ നമോ ജയേത സമവേദ മൃത്യും. ആ ഗുരു ന ഗുരുവല്ല, പിന്നീട് ആ സ്വജനം സ്വജനമല്ല, പിതാന്ന ആ പിതാവ് പിതാവല്ല, ജനനീ എന്ന ആ ജനനി അമ്മയല്ല, ദൈവം ന ആ ദൈവം ദൈവമല്ല, പതി ആ ഭർത്താവ് ഭർത്താവല്ല. ഏത് ഭർത്താവ്, ഏത് സ്വജനം, ഏത് ഗുരു, ഏത് അമ്മ, ഏത് അച്ഛൻ? നമോജയേത സമവേദ മൃത്യും. മൃത്യും സമവേദ. ആരുടെ മനസ്സാണോ മരണത്തെ അഭിമുഖീകരിക്കുക, അത് മരണം എന്ന് പറഞ്ഞാൽ ദുഃഖം വിഷമങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത്. അപ്പം ജീവിതത്തിൽ പ്രയാസങ്ങളെ പ്രതിസന്ധികളെയാണ് ഇവിടെ മരണം എന്ന് പറയുന്നത്. അപ്പം മരണതുല്യം, ഇപ്പോഴും മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം എടുക്കേണ്ടത് ചാവുന്നതല്ല, മരണതുല്യമായ വേദന. എന്താണ്? മരണതുല്യമായ വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് പുറത്തു കടക്കാനുള്ള വഴി കാണിച്ചിട്ടില്ലെങ്കിൽ അവരൊന്നും ആരല്ല. ഇനി ബാക്കി നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. ആരല്ല? അച്ഛനും അല്ല, അമ്മയല്ല, ഗുരുവല്ല, ദൈവമല്ല, സ്വജനമല്ല, ഭർത്താവല്ല. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാത്തതുകൊണ്ടാണ് ഒക്കെ കയറ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോ എന്താണ് നമ്മുടെ ജോലി? മരണതുല്യമായ വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നും മാറുവാനുള്ള ഒരു മനഃശക്തി, മനോബലം മറ്റുള്ളവർക്ക് ഉണ്ടാവാനുള്ള വഴി കാണിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ പരിശീലകരാണ് നമ്മൾ. ഹൂ ഈസ് ഫാദർ ആൻഡ് മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ട്രെയിനേഴ്സ് എന്നാണ്, പരിശീലകരാണ്. മക്കളെ എന്ത് ചെയ്യണം? നാമൊക്കെ ചൊല്ലി പരിശീലിപ്പിക്കുക. അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴുതുകൊണ്ടുപോയല്ല, അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിപ്പിച്ചു കൊണ്ടുപോകുന്നവരല്ല, മറിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യണം? നാമം ചൊല്ലിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കുട്ടികളെ കണ്ടാൽ ജപമാല എടുത്ത് ജപം ചെയ്യിക്കുന്ന ശീലം കൊണ്ടുവരാം. നമുക്ക് ക്രമേണ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ജപിക്കുന്ന സ്വഭാവം. ഒരു 10 പേരെ നിങ്ങളെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചെടുത്താൽ, അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര പേര്, 10 പേര് വിചാരിച്ചാൽ എത്രയും 100ആയി. അങ്ങനെ അങ്ങോട്ട് കുറെ ആളുകൾ പഠിപ്പിച്ചാൽ ക്രമേണ നമുക്കിവിടെ ഒരു വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒരു വലിയ അലയടികൾ ഇവിടെ ഉണ്ടാക്കാം. വേണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? വേണോ ഇതൊക്കെ? പക്ഷെ നമ്മളല്ലാതെ പിന്നെ ആര് മെനക്കെടും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുരുവായൂരപ്പൻ വന്നിട്ട് പഠിപ്പിച്ചെടുക്കുന്നു? ഗുരുവായൂരപ്പൻ ആ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ തൊഴുതു പോകുന്നതിനേക്കാൾ ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെടുന്നതായിരിക്കട്ടോ. നിങ്ങളുടെ കൂടെയാണ് ഗുരുവായൂരപ്പൻ. എത്ര കായന്തി മദ്ഭക്ത തത്ര തിഷ്ഠാമി നാരദ. അംബരീഷന്റെ കഥയൊക്കെ പറയുമ്പോണ്ടല്ലോ, എൻ്റെ അംബരീഷനെ വേദനിപ്പിക്കുന്ന ദുർവാസാവ് സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. ആ ദുരിതത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറഞ്ഞു, ഞാൻ ഇവിടെ അല്ലല്ലോ അതിന്. ഞാൻ അഹം ഭക്ത പരാധീന ഹി സ്വതന്ത്രൈവദ്വിജ സാധുവിർഗ്രസ്ത ഹൃദയ ഭക്തൈ ഭക്തജനപ്രിയ. ഞാൻ ഇവിടെയല്ലോ, ഞാൻ ഇരിക്കുന്നത് ഭക്തന്മാരുടെ സാധൂനാം ഹൃദയം അഹം. ഞാൻ സാധുക്കളുടെ ഹൃദയത്തിലാണ്, ഭക്തന്മാരുടെ കൂടെയാണ്. ഞാനിവിടെയല്ല, എൻ്റെ അടുത്ത് തൊഴാൻ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് വേണം. നിങ്ങൾക്ക് ആ ഉറപ്പില്ല. ഞാൻ ഇതെല്ലാം പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഈ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് പരിഭ്രമില്ല. പിന്നെ നിങ്ങൾ എവിടെയും പോയി തൊഴുത് അതാണ് ഭക്തി എന്ന് ഒരിക്കലും കരുതില്ല. അതൊക്കെ LKG കുട്ടികൾക്ക് വേണം ഭക്തി. അങ്ങനെയുള്ള ഭക്തി, ഒരു വിഗ്രഹത്തിൽ തൊഴുന്ന ഭക്തിയൊക്കെ ഭക്തിയുടെ ഏറ്റവും പ്രാഥമിക ഘട്ടമാണ്. മുന്നോട്ട് പോകും തോറും നമ്മളും ഭഗവാനും എല്ലാം ഒന്നായിത്തീരുന്ന, ഒന്നിലേക്ക് എത്തുന്ന, എല്ലാം ഒന്നായിത്തീരുക. മനസ്സിലാവുണ്ടല്ലോ? അദ്വൈതത്തിന്റെ അനുഭൂതിയിൽ വിരാജിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അച്ഛനോട് പറയുന്നത്, അഹം യൂയം
ഇമേ രാജ, ഈ രാജാക്കന്മാരും ഇമേ രാജ ദ്വാരക വാസികളൊക്കെ സർവം ആത്മഹി ഏക, ഒരേ ആത്മതത്വം തന്നെയാണെന്ന് നമുക്ക് കാണാം. അതൊക്കെ ഇനി ദശമസ്കന്ധം കൊണ്ട് വരട്ടെ, കൃഷ്ണന്റെ ആ ഒരു ഉപദേശങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴല്ലോ തൊഴുതു പോകും. അതുകൊണ്ട് യഥാർത്ഥ ഒരു അച്ഛനും അമ്മയും ആവുക എന്ന് പറഞ്ഞാൽ, അച്ഛനും അമ്മയും ഹൂ ഈസ് ഫാദർ ആൻഡ് മദർ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉള്ളിൽ വരണം. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ മക്കളെ തീറ്റിപ്പോറ്റി വളർത്തുന്നവരല്ല, പരിശീലകന്മാരാണ്, ട്രെയിനേഴ്സാണ്. ആരാണ്? പരിശീലിപ്പിക്കുക, മക്കളെ പരിശീലിപ്പിക്കുക. ആത്മീയമായ ശക്തി ഉണ്ടാവാൻ, മനഃശക്തി ഉണ്ടാവാൻ അവരെ സാധനാനുഷ്ഠാനങ്ങൾ പരിശീലിപ്പിക്കണം. അപ്പം നമ്മൾ ഡാൻസ് എന്താ ചെയ്യുന്നത്? ഡാൻസ് ടീച്ചർ അവരെ ഡാൻസ് പഠിപ്പിക്കുക പറഞ്ഞാൽ എന്താണ്? പരിശീലിപ്പിക്കണം. ഒരു നീന്തൽ അധ്യാപകൻ കുട്ടികളെ എന്താ ചെയ്യണത്? പരിശീലിപ്പിക്കുക. അതുപോലെ അവരുടെ ജീവിതത്തിലെ ദുഃഖസാഗരത്തെ നീന്താൻ, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ അവരെ മനസ്സിനെ നമ്മൾ കൂടെ വരുന്നില്ല, പരിശീലിപ്പിക്കുക. ഒരു 3 പ്രാവശ്യം പറയാ വാക്ക്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ മക്കളെ ആരെങ്കിലും? എന്ത് പരിശീലിപ്പിക്കുന്നു? അതിന് മക്കളെ കിട്ടണ്ടേ സ്വാമി? ഇതൊക്കെയാണ് അപ്പം നമ്മൾ പറയുന്നത്. പരിശീലിപ്പിക്കുന്നവരാണ് അച്ഛനമ്മമാർ, പരിശീലിപ്പിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഭാഗവതം വായിച്ച അങ്ങനെയാണ്. പരിശീലിപ്പിക്കുക. ആ പരിശീലനമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പിന്നീട് വലിയൊരു മാറ്റം ഉണ്ടാക്കുക. സത്യത്തിൽ ആ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യ, വളരെ സത്യമാണ്. ഞാൻ സത്യത്തിൽ ഈ ഭാഗവതത്തിലേക്കൊന്നും വരുന്ന ആളേ ആയിരുന്നില്ല. എൻ്റെ പ്രൊഫഷൻ വേറെയാണ്, എൻ്റെ ഫീൽഡ് വേറെയായിരുന്നു. അതിൽ നിന്ന് വന്നിട്ട് ഞാൻ ഫിലോസഫിയാണ് പഠിച്ചത് വേറെ. പിന്നീട് ഞാൻ ഒരിക്കലും ഭാഗവതത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എനിക്ക് എതിർച്ചയാ വന്നു വിട്ടതാണ്. പിന്നെ അന്ന് മുതലെടുത്ത് നിർത്താനും പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ജീവിത നിയോഗമായിരിക്കാം. ഞാനത് എടുക്കണം എന്ന് വിചാരിച്ച ഒരാളേ അല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പട്ടാമ്പിയിൽ ഒരിക്കലും ഞാൻ ചിന്മയ മിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു എൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള ഒരാൾ എന്നോട് വന്നിട്ട് എൻ്റെ കാലൊക്കെ, ഞാനന്ന് വളരെ ചെറുപ്പമാണ്, അപ്പോൾ കാലൊക്കെ തൊട്ട് പറഞ്ഞു, ഞാനന്നൊരു ഗീതാ പ്രഭാഷണത്തിൽ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോയി വരികയാണ്. അപ്പോൾ അദ്ദേഹം കാലൊക്കെ പിടിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഒരു നാടുണ്ട്, അമ്പലമുണ്ട്, അവിടെ ഒരു സപ്താഹം നടത്തി തരണം. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ അന്ന് ഏർപ്പാടാക്കി തരാം, നമ്മുടെ അറിയുന്ന ആചാര്യന്മാരൊക്കെ ഏർപ്പാടാക്കി തരാം, ഒരു വിഷമമില്ല, അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് വേണ്ടായിരുന്നു. എനിക്കറിയാം പെരുമ്പള്ളി കേസ്, ഇങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു, എനിക്കറിയാം അവരൊക്കെ, ഞാൻ അവരൊക്കെ പരിചയമുള്ള ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? അങ്ങ് നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലേ, ഭാഗം സപ്താഹം ചെയ്തിട്ടല്ലേ. പിന്നെയല്ലേ എനിക്ക് അങ്ങ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്താൽ മതി എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ദക്ഷിണയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭാഗവതം ഒഴിച്ചിട്ട് എന്ത് വേണേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ കേൾക്കുന്നവർക്കും വലിയ പിടിയൊന്നുമില്ല എന്ന്. അപ്പം എനിക്ക് സമാധാനം, ഇനിയിപ്പം പറയാലോ എന്ത് വേണമെങ്കിലും, കാരണം ഗീതയൊക്കെ എനിക്ക് പറയാനും പറ്റും. അങ്ങനെ ഞാൻ പോയി തുടങ്ങിയത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് തുടങ്ങി. പിന്നെ എനിക്ക് ഈ ഭാഗവതം താഴെ വയ്ക്കേണ്ടി വന്നിട്ടില്ല. അത് പറയുന്ന വെച്ചാൽ ഓരോ നിയോഗവും നിമിത്തം എന്ന് പറയില്ലേ, ഇതുപോലെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഇതുപോലുള്ള നിയോഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്തുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു മരണമേ ഉള്ളൂ, അത് ഉറപ്പിക്കുക. ആ മരണത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം പലരിലേക്കും എത്തിക്കുമെന്നൊരു വാശി നിങ്ങൾ ചെയ്തു നോക്കൂ. പരിവർത്തനം സാധ്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി ഇങ്ങോട്ട് പിടിച്ചാലല്ലോ ഈ നാടിനെ മാറ്റിമറയ്ക്കാൻ നമുക്ക് സാധിക്കും. ശബരിമല തീർത്ഥാടന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ അന്ന് അമ്മമാരൊറ്റക്കെട്ട് നിന്നപ്പോൾ കഴിഞ്ഞില്ലേ നവോത്ഥാനങ്ങളൊക്കെ. പിന്നെ അയ്യപ്പൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണുങ്ങൾക്ക് ഉരുണ്ട് കയറേണ്ടതായിട്ട് വന്നിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ? അപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ടൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാത്മശക്തി നമ്മുടെ കുട്ടികളിൽ ഉണർത്തി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കാൻ സാധിക്കും. വേണോ വേണ്ടയോ? ഇത് വേണ്ടതാണ്. നമ്മൾക്ക് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഇപ്പം നിങ്ങളൊക്കെ ഒരു ലിസണേഴ്സാണ്, അത് പോരാ. നമ്മളിത് ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്ന പരിശീലകരാവണം. ആരാവണം? ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ആരാവണം? ഉറക്കെ പറയൂ. പരിശീലിക്കുകയും, ഇവിടെ വന്നില്ല, പരിശീലിപ്പിക്കുകയും ചെയ്യുന്നവരായി മാറുക. ഒന്ന് എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു നോക്കൂ. ഞാനൊരു പരിശീലിക്കുകയും ചെയ്യും, പരിശീലിപ്പിക്കുകയും ചെയ്യും എന്നെല്ലാവരും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം സുനിശ്ചിതമാണ്. ഇത് നമ്മുടെ കയ്യിലാണ്. സാധിക്കട്ടെ.